ചുമ്മാതല്ല ആളുകൾ നിയമസഭയിൽ മത്സരിക്കുന്നതിന് സീറ്റിനായി പാർട്ടി മാറുന്നതും കോടികൾ കോഴ കൊടുത്തും സീറ്റ് വാങ്ങുന്നതും. ഒരു MLA ആയാൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളവും അലവൻസുകളും മറ്റ് ആനുകൂല്യങ്ങളും എത്രയാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഒരു പ്രാവശ്യം MLA ആയാൽ മതി, അയാളെയും അയാളുടെ ഭാര്യയെയും നമ്മുടെ അധ്വാനം കൊണ്ട് സർക്കാർ നോക്കിക്കൊള്ളും ജീവിതകാലം മുഴുവൻ. കേരളത്തിലെ ഒരു MLAക്ക് ശമ്പളവും വിവിധ അലവൻസുകളും കൂടി വലിയ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. സർക്കാർ കാലം തോറും ഇത് പരിഷ്കരിക്കാറുമുണ്ട്. ഇപ്പോഴത്തെ പിണറായി സർക്കാരും ശമ്പളവും ആനുകൂല്യവും വർദ്ധിപ്പിച്ചു. ഇത് പലരും അറിഞ്ഞിട്ടില്ല. അതിന് പ്രതിപക്ഷം ഒരു ബഹളവും ഉണ്ടാക്കിയില്ല. കാരണം അത് അവരുടെ കൂടെ പോക്കറ്റ് വീർക്കുന്ന കാര്യമായതുകൊണ്ട് അവർ മിണ്ടിയില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ശമ്പളവും അലവൻസുകളും എല്ലാം കൂട്ടി. ഒരു MLAയുടെ അടിസ്ഥാന ശമ്പളം ഏകദേശം 50,000 രൂപയാണ്. മൊത്തത്തിൽ ശമ്പളവും അലവൻസുകളും ചേർന്നാൽ ഒരു MLAക്ക് പ്രതിമാസം ഏകദേശം 2 ലക്ഷം രൂപ വരെ ലഭിക്കുന്നു. ശമ്പളത്തിന് പുറമെ നിരവധി അലവൻസുകളാണ് ലഭിക്കുന്നത്. മണ്ഡലം അലവൻസ് ഏകദേശം 25,000 രൂപയാണ്. ഓഫീസ് അലവൻസ് 20,000 രൂപ കിട്ടും. ടെലിഫോൺ അലവൻസ് 10,000 രൂപ. DA അതായത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ദിവസം 1000 രൂപ മുതൽ 1500 രൂപ വരെ കിട്ടും. ഔദ്യോഗിക യാത്രകൾക്ക് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ TA കിട്ടും. കൂടാതെ ഫ്രീ ട്രെയിൻ യാത്ര, അതും AC ഫസ്റ്റ് ക്ലാസ്, സർക്കാർ ആവശ്യങ്ങൾക്ക് സൗജന്യ വിമാനയാത്ര, പിന്നെ താമസ സൗകര്യം. തിരുവനന്തപുരം നഗരത്തിലെ MLA ഹോസ്റ്റൽ സൗജന്യം അല്ലെങ്കിൽ വീട് വാടക അലവൻസ് കിട്ടും. പിന്നെ ഫ്രീ മെഡിക്കൽ ചികിത്സ ജീവിതകാലം മുഴുവൻ കിട്ടും. ഇതിനെല്ലാം പുറമെ ഓഫീസ് സ്റ്റാഫിന് ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കും, പെൻഷൻ ഉൾപ്പെടെ. കൂടാതെ ഫോൺ, ഇന്റർനെറ്റ് ചെലവുകളും കിട്ടും. ഇനി ഒരു മന്ത്രി ആയാലും എത്ര രൂപ ശമ്പളം കിട്ടുമെന്നറിയാമോ? ഒരു മാസം 97,000 രൂപയാണ് ഒരു മന്ത്രിയുടെ ശമ്പളം. പിന്നെ മാസം അലവൻസ് 33,400 രൂപ, മണ്ഡലം അലവൻസ് 40,000 രൂപ, TA 17,000 രൂപ വരെ. ഔദ്യോഗിക യാത്രകൾക്ക് കിലോമീറ്റർ അടിസ്ഥാനത്തിലുള്ള ചെലവും കിട്ടും. പിന്നെ സർക്കാർ കാറും ഡ്രൈവറും വാഹനത്തിന്റെ ഇന്ധന ചെലവും എല്ലാം സർക്കാരാണ് വഹിക്കുന്നത്. താമസിക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ സർക്കാർ ബംഗ്ലാവ് കിട്ടിയില്ലെങ്കിൽ വീടിന്റെ വാടകയും പരിപാലനവും സർക്കാർ നൽകും. വീട്ടിലെ ജോലിക്കാരും, എന്തിനേറെ അതിഥികളെ സൽക്കരിക്കുന്ന അണ്ടിപ്പരിപ്പിന്റെയും ബദാം പരിപ്പിന്റെയും ചായയുടെയും വരെ പൈസ സർക്കാർ നൽകും. ജീവിതകാലം മുഴുവൻ സൗജന്യ മെഡിക്കൽ ചികിത്സ, മന്ത്രിയായിരിക്കുമ്പോൾ സുരക്ഷാ ജീവനക്കാർ, ഓഫീസ് സ്റ്റാഫ്, ഫോണ്, യാത്ര, മറ്റ് ഔദ്യോഗിക ചെലവുകളെല്ലാം സർക്കാരാണ് നൽകുന്നത്. ഇനി എങ്ങാനും ഒരു മുഖ്യമന്ത്രി ആയാലോ ശമ്പളം 1 ലക്ഷമാണ്. താമസിക്കാൻ ക്ലിഫ് ഹൗസും, യാത്രയ്ക്ക് സർക്കാർ വാഹനങ്ങളും സെക്യൂരിറ്റിയും, ഓഫീസ് സ്റ്റാഫ്, ഫ്രീ മെഡിക്കൽ ചികിത്സ, വിമാനം ഉൾപ്പെടെയുള്ള യാത്രകൾ, ഫോണ്, ഓഫീസ് ചെലവുകൾ, അങ്ങനെ പോകുന്നു നീണ്ട നിര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന മുഖ്യമന്ത്രി ആരാണെന്നറിയാമോ? കേരളമല്ല, തെലങ്കാന മുഖ്യമന്ത്രിക്കാണ് 4,10,000 രൂപ ശമ്പളം ലഭിക്കും ഒരു മാസം. ഇനി ഇവരുടെയൊക്കെ പെൻഷനോ? കേരളത്തിൽ ഒരു തവണ MLA ആയവർക്ക്, അതായത് 5 വർഷം പൂർത്തിയാക്കിയവർക്ക് മാസം 30,000 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. ഓരോ അധിക കാലാവധിക്കും 5,000 രൂപ വീതം കിട്ടും. അതായത് 5 വർഷം ഇരുന്നവർക്ക് 30,000 രൂപ. അത് 10 വർഷമാണെങ്കിൽ 35,000 രൂപ കിട്ടും. ഓരോ ടേമിനും 5,000 വെച്ച് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ മെഡിക്കൽ ചികിത്സാ സഹായം, സൗജന്യ യാത്ര, സർക്കാർ നിശ്ചയിക്കുന്ന മറ്റ് സഹായങ്ങളും എല്ലാം കിട്ടും. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ എത്ര മുൻ MLAമാർ പെൻഷൻ വാങ്ങുന്നതെന്നറിയാമോ? ഏകദേശം 600-ൽ കൂടുതൽ മുൻ MLAമാർ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകളും കണക്കുകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. ഇവർക്കുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ചേർന്ന് സർക്കാർ ഒരു വർഷത്തിൽ കോടികളാണ് ചെലവഴിക്കുന്നത്.